പത്മപ്രിയ. പത്മ അയച്ച വക്കീൽ നോട്ടീസ് കാർത്തിയുടെ കയ്യിലിരുന്ന് വിറകൊണ്ടു. ദേഷ്യത്താൽ അവന്റെ മുഖം വലിഞ്ഞു മുറുകി, കണ്ണുകൾ ചുവന്നു. ജനാലയിൽ അമർത്തി പിടിച്ചുകൊണ്ട് കാർത്തി നിൽക്കുകയാണ്. തോളിൽ ഒരു കരസ്പർശം. പെട്ടെന്ന് അവൻ തിരിഞ്ഞു. അമ്മയാണ്. മോനെ. മിഴികൾ വല്ലാതെ നിറഞ്ഞു നിൽക്കുന്നു. എന്താമ്മേ? നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യുക? ജീവിതം വെച്ചാണ് കളിക്കുന്നേ. ആ കുഞ്ഞിനെ പോലും ഒന്ന് നേരാവണ്ണം കാണാൻ കഴിയുന്നില്ല. ഇവിടെ വളരേണ്ട കുഞ്ഞല്ലേ അത്. പരസ്പരമുള്ള വാശിക്കാണ് മോനെ നീയും പത്മയും ഇങ്ങനെ സ്വയം വെന്ത് നീറിക്കഴിയുന്നത്. എന്നെ വേണ്ടാതെ പോയവളല്ലേ അമ്മേ. ഒരു വാക്കുപോലും പറയാതെ, എന്നോട് അനുവാദം പോലും ചോദിക്കാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ഇറങ്ങിപ്പോയതല്ലേ. പോട്ടെ. അവന്റെ ശബ്ദം ഇടറിയിരുന്നു. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് കരുതി ഇങ്ങനെ ജീവിതം കളഞ്ഞു കുളിക്കരുത് കാർത്തി. പോയവര് പോട്ടമ്മേ. എനിക്കാരുടെയും കാല് പിടിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുവരാനൊന്നും കഴിയില്ല. എന്നെ വേണ്ടാത്തവളല്ലേ. പിന്നെ എനിക്കെന്തിനാണമ്മേ? ദേവി, ഇത് അമ്മ അവൾക്ക് വേണ്ടി വക്കാലത്തുമായിട്ട് എൻ്റെ അടുത്ത് വരരുത്. എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാ. ഒരല്പം മനസമാധാനമാണ് എനിക്ക് വേണ്ടത്. സീത പിന്നീട് ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. കാർത്തി കട്ടിലിൽ കയറിക്കിടന്നു. ഫോൺ എടുത്തു നോക്കി. കുഞ്ഞിൻ്റെ ഫോട്ടോയാണ്. മീനൂട്ടിയും അമ്മയും കൂടി ചെന്നതായിരുന്നു 2 മാസം മുമ്പ്. അന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. കുഞ്ഞിൻ്റെ ഫോട്ടോയിലേക്ക് 1000 ഉമ്മ കൊടുത്തുകൊണ്ട് അവൻ കണ്ണുകൾ ബലമായി അടച്ചു കിടന്നു. എത്ര സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു തൻ്റേത്. പത്മയ്ക്ക് വിശേഷമായി എന്ന് അറിഞ്ഞതു മുതൽ ഒരു പ്രത്യേക വാത്സല്യം തന്നെയായിരുന്നു തനിക്കവളോട്. ഈശ്വരാനുഗ്രഹത്താൽ അവൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നും തന്നെയില്ലായിരുന്നു. രാവിലെ ഒരിത്തിരി നേരം 1-2 തവണ വൊമിറ്റ് ചെയ്യും. പിന്നീട് അതങ്ങ് മാറും. ആള് ഉഷാറാകും. കോളേജിൽ കൊണ്ടുപോകുന്നത് പോലും വളരെ സൂക്ഷിച്ചായിരുന്നു. 3 മാസം പെട്ടെന്ന് പോയി. ഒരുപാട് ഉറക്കം പിടിഞ്ഞ് പഠിക്കേണ്ടെന്നൊക്കെ താൻ അവളോട് പറഞ്ഞു. പക്ഷേ അതുമാത്രം പത്മ കേട്ടില്ല. കഷ്ടപ്പെട്ട് തന്നെയാണ് അവൾ പഠിച്ച് പരീക്ഷ എഴുതിയത്. തരക്കേടില്ലാതെ തന്നെ പത്മ തൻ്റെ എക്സാം കംപ്ലീറ്റ് ചെയ്തു. എക്സാം കൂടി കഴിഞ്ഞപ്പോൾ പത്മ വീട്ടിൽ തന്നെയായിരുന്നു. അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ സ്നേഹം, അവരുടെ കരുതൽ എല്ലാം ആവോളം കിട്ടിയിരുന്നു. അവൾക്കിഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി കൊടുക്കുവാൻ അമ്മ മുൻപന്തിയിൽ നിന്നു. സ്വന്തം വീട്ടിലേക്ക് പോലും അവളെ പറഞ്ഞയച്ചിരുന്നില്ല. അത്രമാത്രം തൻ്റെ അമ്മ അവളെ സ്നേഹിച്ചു. അമ്മ മാത്രമല്ല, എല്ലാവരും. ഓരോ ദിവസവും അവളുടെ വയറിന്മേൽ മുത്തം കൊണ്ട് താൻ മൂടും. കുഞ്ഞിൻ്റെ അനക്കം അതൊന്നറിയുവാനായി താൻ കാത്തിരിക്കുകയായിരുന്നു. എത്രമാത്രം പ്രതീക്ഷകളായിരുന്നു, സ്വപ്നങ്ങളായിരുന്നു. എല്ലാം എല്ലാം വലിച്ചെറിഞ്ഞു പോയില്ലേ. എന്നിട്ടും കെഞ്ചി പറഞ്ഞു താൻ അവളോട് തിരികെ വരാന്. എല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. എൻ്റെ കുഞ്ഞിനെ പോലും ഒന്ന് കാണാൻ അവൾ സമ്മതിച്ചില്ല. അതോർത്തപ്പോൾ അവന് ദേഷ്യം വന്നു. വേണ്ട, എന്നെ വേണ്ടാത്തവളെ എനിക്കും വേണ്ട. കാർത്തി വെറുതെ കണ്ണുകൾ അടച്ചു കിടന്നു. ഹരിക്കുട്ടനാണെങ്കിൽ സ്കൂൾ വിട്ടു വന്നിട്ട് കുഞ്ഞുവാവയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭവ്യ വരാറാകുന്നേ ഉള്ളൂ. അവളും കൂടി വന്നു കഴിഞ്ഞാൽ ആകെ ബഹളമാണ്. അച്ഛൻ വന്ന് വഴക്കു പറയുമ്പോഴേ നിർത്തൂ. പത്മ കുളി കഴിഞ്ഞ് കയറി വന്നിട്ട് അവനെ കാപ്പി കുടിക്കാനായി പറഞ്ഞു വിട്ടു. ഫോണിൽ ബെല്ലടിച്ചതും അവൾ അതെടുത്തു നോക്കി. മീനൂട്ടിയുടെ നമ്പർ. അത് കണ്ടതും അവൾ പിന്നെ അതെടുക്കാനേ പോയില്ല. മിക്കവാറും വക്കീൽ നോട്ടീസ് കിട്ടിക്കാണും. അതിൻ്റെയാണ് ഈ കോൾ. തനിക്ക് ആരോടും ഇനി ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല. അവൾ ഫോൺ എടുത്ത് സൈലന്റ് മോഡിലിട്ടു. തനിക്കുട്ടിയെ മാറോടടക്കി പിടിച്ചുകൊണ്ട് കിടക്കുകയാണ് പത്മ. കുഞ്ഞിന് 6 മാസം ആവാറായി. എത്ര പെട്ടെന്നാണ് ഈശ്വര ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നു പോകുന്നത്. ഗർഭിണിയായി കഴിഞ്ഞ് 5 മാസം ഉള്ളപ്പോഴാണ് താൻ അവിടെ നിന്ന് പോന്നത്. ഉറക്കത്തിൽ കുഞ്ഞൊന്ന് ഞെട്ടി നിലവിളിച്ചു. എന്താ ചേച്ചി, എന്തുപറ്റി? ഭവ്യ വേഗം എഴുന്നേറ്റ് ലൈറ്റിട്ടു. ഉറക്കത്തിലാണ് മോളെ. കുഞ്ഞിന് പാലൂട്ടിക്കൊണ്ട് അവൾ ഭിത്തിയിൽ ചാരിയിരുന്നു.
അടുത്ത ദിവസം രാവിലെ കാർത്തി കോളേജിലേക്ക് പോയി. ഒപ്പം മീനൂട്ടിയും. അവർ പോയ ശേഷമാണ് രാമകൃഷ്ണവാര്യരും സീതയും പത്മിയുടെ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങിയത്. ഇത് എത്രാമത്തെ തവണയാണ് രാമ ഇങ്ങനെ പോകുന്നേ? വെറുതെ നാണം കെടാനായിട്ട്. അവളോടൊന്നും ചോദിക്കാനോ പറയാനോ അല്ലമ്മേ, കുഞ്ഞിനെ കാണാനാണ്. 2 മാസം കഴിഞ്ഞു അവിടെ പോയി വന്നിട്ട്. എന്ത് ചെയ്യാനാ, ഇവിടെ വളരേണ്ട കുഞ്ഞല്ലേ, ഒന്ന് ലാളിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. എന്റെ മഹാദേവ, ഇതെന്തൊരു വിധിയാണ്. അതും പറഞ്ഞുകൊണ്ട് അച്ചമ്മ കരഞ്ഞു. അവർ അരഭിത്തിയിലേക്കിരുന്നു. വൈകാതെ തന്നെ രാമകൃഷ്ണമാരാരും സീതയും പത്മിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. രാമേട്ട, വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. അയാളുടെ മുഖത്തെ ഗൗരവം കണ്ട് സീത പറഞ്ഞു. പക്ഷേ അയാൾ രണ്ടിലൊന്ന് തീരുമാനിച്ച മട്ടായിരുന്നു. സീതയ്ക്കാണെങ്കിൽ ആ ദേഷ്യം നിറഞ്ഞ മുഖം കാണും തോറും വല്ലാത്ത പേടി. അങ്ങനൊന്നും ഒരു കാര്യത്തിലും ദേഷ്യമോ പിണക്കമോ ഒന്നുമില്ലാത്ത ആളാണ് തൻ്റെ ഭർത്താവ്. അത് സീതയ്ക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം. പക്ഷെ ദേഷ്യപ്പെട്ടാൽ പിന്നെ മുന്നും പിന്നും നോക്കില്ല. അതാണ് സ്വഭാവം. പത്മ അയച്ച വക്കീൽ നോട്ടീസ് കിട്ടിയപ്പോൾ മുതൽ ആൾക്ക് വല്ലാത്ത ദേഷ്യമായിരുന്നു. ഒന്നെങ്കിൽ പത്മയും കുട്ടിയും തിരികെ വരിക, അല്ലെങ്കിൽ കുഞ്ഞിനെ തങ്ങൾക്ക് കൊണ്ടുപോരണം. അതായിരുന്നു അയാളുടെ തീരുമാനം. തനിക്കുട്ട, പൊന്നെ, അമ്മയുടെ ചുന്ദരി വാവേ. പത്മയാണെങ്കിൽ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇളം പിങ്ക് നിറമുള്ള ഒരു കുഞ്ഞുടുപ്പാണ് ഇടുവിച്ചത്. കണ്ണെഴുതി പുരികം വരച്ച് വലിയൊരു പൊട്ടും കുത്തിക്കൊടുത്ത് അവൾ കുഞ്ഞിന്റെ കവളിൽ തുരുതുരാ ഉമ്മ വെച്ചു. എന്നും ഈ സമയത്ത് ഉറങ്ങി വീഴുന്ന ആളാണല്ലോ, ഇന്ന് എന്തേ പറ്റിയത്? അമ്മ പറയുമ്പോൾ പത്മയും ഓർത്തു അത് ശരിയാണല്ലോ എന്ന്. ഇനി പനിക്കാനോ മറ്റോ ആണോ അമ്മേ? അവൾക്ക് സംശയമേറി. ഇല്ല കുട്ടി, പാവയ്ക്ക് ഒരു മൂക്കടുപ്പ് പോലും ഇല്ലല്ലോ. നീ ഇത്തിരി പാല് കൊടുക്ക, ഉറങ്ങിക്കോളൂന്നേ. അതും പറഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ കവളിലൊന്ന് തട്ടിയിട്ട് അവർ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. അമ്മ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. പക്ഷെ കുഞ്ഞുവാവ ഉറങ്ങാതെ ചിരിച്ചും കളിച്ചും കിടന്നു. 11 മണിയായി കാണും സമയം. മുറ്റത്ത് ഒരു കാറ് വന്നു നിന്നത് പത്മ ജനാലയിൽ കൂടി കണ്ടു. അച്ഛനും അമ്മയും. അവളുടെ നെഞ്ചിടിപ്പേറി. കുഞ്ഞിനെ എടുത്ത് മാറോട് ചേർത്ത് അവൾ കട്ടിലിലിരുന്നു. ആഹാ, ആരൊക്കെയാണിത്? കയറി വരൂട്ടോ. അച്ഛൻ അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഗിരിജേ, ഇത് ആരൊക്കെയാണെന്ന് നോക്കിക്കേ, മോളെ ഇങ്ങടെ വിളിക്ക്. അമ്മയോടൊപ്പം മുറിയിലേക്ക് സീതമ്മയും വന്നു. 2 മാസം മുന്നേ കണ്ടതാണ് കുഞ്ഞിനെ. എന്നിട്ടും സീത കൈ നീട്ടിയപ്പോൾ കാലുകൾ രണ്ടും അടിച്ചുകൊണ്ട് കുഞ്ഞ് അവരുടെ കയ്യിലേക്ക് ചെന്നു. ആഹാ, അച്ഛമ്മയെ മറന്നില്ലല്ലേ എന്റെ വാവേ. ഇതാണ് ഗിരിജെ പറയുന്നത്, രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന്. അത് എവിടെ കൊണ്ട് ഒളിച്ചാലും. അവസാനം പറഞ്ഞ വരികൾ പത്മയെ നോക്കിയായിരുന്നു അവർ പറഞ്ഞത്. അമ്മയിരിക്ക്. അച്ഛനെ കണ്ടില്ലേ, ഉമ്മറത്തുണ്ട്. സീത പറഞ്ഞപ്പോൾ പത്മ മറുപടിയൊന്നും പറയാതെ മുഖം കുനിച്ചു നിന്നു. സീത പക്ഷേ കുഞ്ഞിനെ എടുത്ത് അയാളുടെ അരികിലേക്ക് ചെന്നു. പൊന്നെ, അച്ഛച്ചൻ്റെ സുന്ദരി കുട്ടി. അയാൾ കുഞ്ഞിനെ തുരുതുരാ ഉമ്മ വെച്ചു. പത്മയുടെ അകത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ വാതിൽക്കിലേക്ക് വന്നു. ഞാനിവിടെ ഉണ്ടച്ചാ. കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അവർക്ക് പത്മയോട് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ നീരസം പോലെയുണ്ട്. അത് നന്നായി അവൾക്ക് അറിയുകയും ചെയ്യാം. പത്മ പക്ഷേ അതൊന്നും കാര്യമാക്കാതെ നിന്നു. ഗിരിജയാണെങ്കിൽ വേഗം തന്നെ ചായയും പലഹാരവും ഒക്കെ എടുത്ത് മേശമേൽ നിർത്തി. പത്മയുടെ അച്ഛൻ അവരെ രണ്ടാളെയും അകത്തേക്ക് ക്ഷണിച്ചു. സീത കുഞ്ഞിനെ താഴെ വയ്ക്കാതെ കൊഞ്ചിക്കുകയാണ്. അപ്പോഴേക്കും ഗിരിജ അടുക്കളയിലേക്ക് പോയി. ഊണിന് ഇത്തിരി കൂട്ടാനൊക്കെ കൂട്ടി കറി വെക്കാനായിട്ട്. പത്മയും അമ്മയെ സഹായിക്കാനായി അവരുടെ അടുത്തേക്ക് ചെന്നു. പക്ഷേ ഗിരിജ മനഃപൂർവ്വം അവളെ പറഞ്ഞയച്ചു. മോൾ അങ്ങോട്ട് ചെല്ല്, സീതമ്മ ഒറ്റയ്ക്കല്ലേ. അവർ പറഞ്ഞതും മനസ്സില്ലാ മനസ്സോടെ പത്മ സീതയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും മുറിയിലേക്ക് കാർത്തിയുടെ അച്ഛനും കയറി വന്നു. മോളെ, അയാൾ വിളിച്ചതും പത്മ മുഖമുയർത്തി. എന്താ അച്ഛാ? ഇന്നലെ കോടതിയിൽ നിന്ന് എന്തൊക്കെയോ പേപ്പർ വന്നു എന്നറിഞ്ഞു. മോളുടെ അറിവോടെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി.
ഇനി എന്താണ് പത്മയുടെ ഉദ്ദേശം? അതൊന്നറിയാൻ കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടേക്ക് വന്നത്. അയാൾ സൗമ്യമായി തന്നെയാണ് ചോദിച്ചത്. അച്ഛാ, എല്ലാ കാര്യങ്ങളും ഞാൻ മുന്നേ പറഞ്ഞതാണല്ലോ. എപ്പോഴും ആവർത്തിച്ചു പറയുന്നത് കൊണ്ട് എന്തിനാണ് ഇനി വെറുതെ മുഷിയുന്നത്? കാര്യമുണ്ട് മോളെ. ജീവിതമെന്ന് പറയുന്നത് ഈശ്വരൻ തരുന്ന വരദാനമാണ്. അതിൽ മംഗല്യഭാഗ്യം എന്നുള്ളത് ചെറിയ കാര്യമല്ല. നിന്നെ ഇവിടെ വന്ന് കണ്ടിഷ്ടപ്പെട്ട് നാലാളറിഞ്ഞ് താലി ചാർത്തിക്കൊണ്ട് പോയവനാണ് എൻ്റെ മകൻ. നിസാര പ്രശ്നങ്ങളുടെ പേരിലാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനൊക്കെ ആയത്. നിന്നോട് ചോദിക്കാതെ എൻ്റെ കാർത്തി ഒരു തീരുമാനവും എടുത്തിട്ടില്ല. എല്ലാം നിന്റെ സമ്മതത്തോടെ ആയിരുന്നു താനും. എന്നിട്ടും നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ എൻ്റെ മകനും ഞാനും ഇവളുമൊക്കെ നിന്നെ ഒരുപാട് തവണ തിരിച്ചു വിളിച്ചു. പക്ഷേ നീ വന്നില്ല. പിന്നെ ഡോക്ടറും പറഞ്ഞു ആ സമയത്ത് നിന്റെ മനസ്സിൻ്റെ സംഘർഷം കൊണ്ടാവുമെന്നൊക്കെ. അതുകൊണ്ട് ഇനി അവിടെ വന്നിട്ടൊരു പ്രശ്നം ഉണ്ടാവേണ്ടെന്ന് കരുതി ഞങ്ങളെല്ലാവരും പിന്നെ നിന്നെ നിർബന്ധിക്കാനും വന്നില്ല. ശരിയല്ലേ സീതെ? അയാൾ ഭാര്യയെ നോക്കി ചോദിച്ചപ്പോൾ സീത തലകുലുക്കി. എൻ്റെ മകൻ എന്തുമാത്രം വിഷമിച്ചു എന്നുള്ളത് മറ്റാരേക്കാളും എനിക്ക് നന്നായി അറിയാം. ഓരോ ദിവസവും അവൻ തള്ളി നീക്കാൻ പെട്ട പാട് അത് ഞാൻ കണ്ടു മനസ്സിലാക്കിയവനാണ്. കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവനെ സമാധാനിപ്പിച്ചു. പക്ഷേ ഈ കുട്ടിയുണ്ടായിട്ട് ഇതിനെ ഒന്ന് എടുക്കാനോ ലാളിക്കാനോ ഒന്നും എൻ്റെ മകന് സാധിച്ചിട്ടില്ല. ഓരോ നിമിഷവും ഉരുകി ഉരുകി കഴിയുകയാണവൻ. ഇതിനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല പത്മ. ഒരു തീരുമാനം ഉണ്ടാവണം. അതിനാണ് ഞങ്ങൾ രണ്ടാളും ഇവിടേക്ക് വന്നത്. എൻ്റെ തീരുമാനം ഞാൻ അറിയിച്ചു കഴിഞ്ഞച്ചാ, പത്മ മെല്ലെ പറഞ്ഞു. മാറ്റമില്ല അല്ലേ? ഇല്ലെന്ന് അവൾ ചുമൽ ചലിപ്പിച്ചു. ശരി ശരി, ഇത്രയും പറഞ്ഞിട്ടും മോളുടെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ പിന്നെ പുതിയ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനുമില്ല. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. എനിക്ക് അത് പറയാനുണ്ട്. ആ കാര്യം വിട്ടുപോയി. അച്ഛൻ അത് പറഞ്ഞപ്പോൾ പത്മ മുഖമുയർത്തി അയാളെ നോക്കി. ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എങ്ങനാണ്? ഇത് എൻ്റെ മകൻ്റെ രക്തമാണ്. നിന്നെപ്പോലെ തന്നെ അവനും അവകാശമുണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം. അത് കേട്ടതും പത്മ അയാളെ ഉറ്റുനോക്കി. ഇങ്ങനൊരു കാര്യം അവൾ ആലോചിച്ചു പോലുമില്ലായിരുന്നു. പാലുകുടി പോലും മാറാത്ത കുട്ടിയാണ്. അങ്ങനെ അമ്മയിൽ നിന്നും വേർപ്പെടുത്തി പോകാൻ അതൊക്കെ പറ്റുമോ? പത്മ, ഞങ്ങൾ ഇറങ്ങുന്നു. എത്രയും പെട്ടെന്ന് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. എൻ്റെ മകനും അവൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പം ജീവിക്കാൻ അവകാശവും അധികാരവുമുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കും ഒന്ന് നീങ്ങുക. ഇനി അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയാൻ ഇടവരരുത്. അതും പറഞ്ഞുകൊണ്ട് അയാൾ എഴുന്നേറ്റു. സീതെ, ഇന്ന് നമുക്കിറങ്ങിയാലോ? പോവാൻ രാമേട്ട. കുഞ്ഞിൻ്റെ കവിളിൽ ഒന്നുകൂടെ ഉമ്മ വെച്ചിട്ട് അയാൾ ഉമ്മറത്തേക്കിറങ്ങി. ഇറങ്ങുവാണോ? ഊണ് കഴിച്ചിട്ട് പോകാം. കറികളൊക്കെ ആയി. ഗിരിജ വേഗം തന്നെ അവർക്കരികിലേക്ക് വന്നു. അതൊക്കെ പിന്നെ ആവാം ഗിരിജെ. അമ്മ അവിടെ ഒറ്റയ്ക്കാണ്. കുറച്ച് ദിവസമായിട്ട് ആകെ ക്ഷീണമാണേ. അതുകൊണ്ടാ. രാമകൃഷ്ണമാരാർ മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് പത്മയുടെ അച്ഛൻ വന്നത്. അയാൾ പുറത്തേക്ക് പോയതായിരുന്നു. ഊണ് കഴിക്കാതെ അവരെ പറഞ്ഞയക്കാൻ അയാൾ ഒരുക്കമല്ലായിരുന്നു. വളരെയധികം നിർബന്ധിച്ചുകൊണ്ട് അവരെ തിരികെ അകത്തേക്ക് കയറ്റി. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് രണ്ടാളും അവിടെ നിന്ന് പോയത്. എന്തെങ്കിലും നടക്കുമോ ഏട്ടാ? പോകും വഴിയിൽ സീത ഭർത്താവിനെ നോക്കി. വരട്ടെ, നോക്കാം ഏതുവരെ പോകുമെന്ന്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അയാൾ വണ്ടി ഓടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കുഞ്ഞിൻ്റെ പുതിയ ഫോട്ടോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് മീനൂട്ടി. സ്പെഷ്യൽ ക്ലാസ് ഉള്ളതിനാൽ കാർത്തി ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അമ്മേ, ഏടത്തിയുടെ ചായയാണല്ലേ തനിക്കുട്ടന്? അതുപോലെ തന്നെ. ഞങ്ങളെ കണ്ടതും ചാടി ഇങ്ങി വന്നു മോളെ. എന്ത് സ്നേഹമാണെന്നോ ആ കുഞ്ഞിന്. മരിക്കും മുൻപ് എനിക്കൊന്ന് കാണാൻ കഴിയുമോ സീതെ? അച്ചമ്മ വന്നപ്പോൾ മീനു അവരെ ഫോട്ടോ കാണിച്ചു. ഫോട്ടോയിൽ നോക്കി അവർ കരഞ്ഞു. എൻ്റെ പൊന്നിനെ ഈ അച്ചമ്മ ഇനി എന്ന് കാണും? അവർ വിതുമ്പി. മീനൂട്ടിക്കും അമ്മയ്ക്കും അത് കണ്ട് സങ്കടമായിരുന്നു. അമ്മേ,
നമ്മുടെ കുഞ്ഞിനെ ഉടനെ ഇവിടെ കൊണ്ടുവരും. ഈ വീട്ടിൽ വളരും ആ കുഞ്ഞ്. അമ്മ അതോർത്ത് വിഷമിക്കണ്ട. മകൻ അത് പറയുമ്പോൾ അവർ അയാളെ നോക്കി. നേരാണോ മോനെ? നേരാമ്മേ. എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കാർത്തി വന്നത്. മീനൂട്ടി അവന്റെ ഫോണിലേക്ക് ഫോട്ടോസ് എല്ലാം സെൻഡ് ചെയ്തു. അതിൽ തന്നെ നോക്കി ഏറെ നേരം കാർത്തി മുറിയിൽ തന്നെ ഇരുന്നു. അപ്പോഴേക്കും അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ദേവു ആണ്. ഹലോ ദേവു. കാർത്തിയേട്ടാ, ഏട്ടൻ വീട്ടിലുണ്ടോ? ഉവ്വ്. എന്താണ് ദേവു? ഞാൻ നാട്ടിലേക്ക് വന്നു. എനിക്ക് അവിടേക്കൊന്ന് വരാനായിരുന്നു. ആഹാ, നീ എപ്പോ എത്തി? എന്നിട്ട് വിനീതൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനാ പറഞ്ഞത് ആരോടും ഇപ്പൊ പറയണ്ടെന്ന്.